നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം. ഇന്ന് രാജ്യത്തിന് അതിനിർണായകമാണ്. മഹാരാഷ്ട്ര, ജാർഖണ്ഡ് നിയമസഭാ മണ്ഡലങ്ങളിലേക്കും കേരളം ഉൾപ്പെടെ 15 സംസ്ഥാനങ്ങളിലെ 2 ലോക്സഭാ സീറ്റുകളിലേക്കും 48 നിയമസഭാ സീറ്റുകളിലേക്കും നടന്ന തെരഞ്ഞെടുപ്പ് ഫലം ഇന്ന് പുറത്തുവരും. വോട്ടെണ്ണൽ ഇന്ന് രാവിലെ 8 മണിയോടുകൂടി തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. അരമണിക്കൂറിനുള്ളിൽ ആദ്യ ലീഡ് പുറത്തുവരുമ്പോൾ തന്നെ കേരളത്തിൽ ഞെട്ടലാണ്. കാരണം കോൺഗ്രസും BJPയും CPMും ഒക്കെ തന്നെ 3 ഇടങ്ങളിലായി ലീഡ് ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്നാണ്. ഹൈ വോൾട്ടേജ് പ്രചാരണം നടന്ന പാലക്കാടും ആകാംക്ഷയേറുകയാണ്. ചേലക്കരയും അതുപോലെ തന്നെ ഇരു മുന്നണികൾക്കും പ്രാധാന്യം കൂടുകയാണ്. കേരളത്തിൽ ചേലക്കരയും പാലക്കാടുമാണ് 3 മുന്നണികളും പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നത്. പാലക്കാട് UDFന്റെ സിറ്റിംഗ് സീറ്റാണ്. ഇത് നിലനിർത്തുകയും ചേലക്കര പിടിച്ചെടുക്കുകയും ചെയ്താൽ സർക്കാർ വിരുദ്ധ മനോഭാവം ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് UDFന് വാദിക്കാൻ സാധിക്കും. വയനാട്ടിൽ UDFന് തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുമ്പോൾ പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയപ്പോൾ BJP സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറാണ് മുന്നിൽ. പോസ്റ്റൽ വോട്ടുകളിൽ 36 വോട്ടുകളാണ് കൃഷ്ണകുമാർ മുന്നിലുള്ളത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ 1000-ലധികം വോട്ടുകളുടെ മുന്നിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്ന് വ്യക്തമാവുകയാണ്. പാലക്കാട് BJP ജില്ലാ ഓഫീസിൽ നിന്ന് കൃഷ്ണകുമാർ വോട്ടെണ്ണൽ വീക്ഷിക്കുകയാണ്. ഭാര്യയും നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ മിനിയും ഒപ്പമുണ്ട്. അതേസമയം ചേലക്കരയിൽ പോസ്റ്റൽ വോട്ടുകൾ UR പ്രദീപും മുന്നിലാണ്. എന്തായാലും UR പ്രദീപ് മുന്നിൽ വരുമ്പോൾ 2ാം സ്ഥാനത്ത് ചേലക്കരയിൽ രമ്യ ഹരിദാസ് വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട വിജയം ഇത്തവണ തിരിച്ചുകൊണ്ടുവരുമെന്നാണ് C കൃഷ്ണകുമാർ നേരത്തെ പ്രതികരിച്ചത്. പല്ലശ്ശന ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിനു ശേഷം പ്രതികരിക്കുകയായിരുന്നു കൃഷ്ണകുമാർ. ഇത്തവണ വിജയിക്കുമെന്ന ഉറപ്പിൽ തന്നെയാണ്. ഭൂരിപക്ഷം 5000-ലധികം ഉണ്ടാവുമെന്ന പ്രതീക്ഷയും പങ്കുവച്ചിരുന്നു. എന്തായാലും അടിയൊഴുക്ക് ഉണ്ടായാൽ കൂടുതൽ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും C കൃഷ്ണകുമാർ പറയുകയാണ്. അതേസമയം കേരള രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും സംഭവബഹുലമായ പ്രചാരണ കാലയളവിന് ശേഷമുണ്ടായ വിധിയെഴുത്ത് 3 മുന്നണികൾക്കും നിർണായകമാണ്. ഷാഫി പറമ്പിൽ വെന്നിക്കൊടി പാറിച്ച പാലക്കാട് നിലനിർത്തുവാനുള്ള പോരാട്ടമാണ് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത്. കോൺഗ്രസിനെ ഞെട്ടിച്ച പാർട്ടി വിട്ട P സരിൻ LDF സ്ഥാനാർത്ഥി എന്ന നിലയിൽ തന്റെ രാഷ്ട്രീയ തീരുമാനം ശരിയെന്ന് തെളിയിക്കേണ്ടതുണ്ട്. 3ാം സ്ഥാനത്ത് നിന്ന് 1ാം സ്ഥാനത്തേക്ക് കുതിപ്പാണ് LDFും CPMും ലക്ഷ്യം വെക്കുന്നത്. മെട്രോമാൻ E ശ്രീധരനിലൂടെ കഴിഞ്ഞ തവണ നടത്തിയ മുന്നേറ്റം തുടരുവാനും ഇത്തവണ കൃഷ്ണകുമാറിലൂടെ മണ്ഡലം പിടിച്ചെടുക്കുവാനും BJP കണക്കുകൂട്ടുന്നത് വലിയ രീതിയിലാണ്. കോൺഗ്രസിലേക്ക് സന്ദീപ് വാര്യർ ചുവടുമാറ്റം നടത്തിയതിന്റെ എഫക്റ്റും മണ്ഡലത്തിലെ വലിയ ചർച്ചയായിരുന്നു. മറ്റ് 3 മുന്നണികൾക്ക് അവിടെ പ്രതീക്ഷയുമില്ല. ചേലക്കര നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ CPMൽ അത് പ്രതിസന്ധി സൃഷ്ടിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി നേതൃത്വവും പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും. BJPയെ സംബന്ധിച്ച് ചേലക്കരയിൽ പ്രതീക്ഷയില്ല. എന്നാൽ പാലക്കാട് വിജയം പ്രതീക്ഷിക്കുന്നുമുണ്ട്. അവിടെ വിജയിച്ചാൽ തൃശൂർ ലോക്സഭാ സീറ്റിലെ വിജയത്തിന്റെ തുടർച്ചയാകും അത്. മഹാരാഷ്ട്രയിലെ ഫലം ദേശീയ രാഷ്ട്രീയത്തിൽ നിർണായകമാകാനാണ് സാധ്യത. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഫലം വരുന്നുണ്ട്. പാലക്കാട് എല്ലാ മുന്നണികളും പ്രതീക്ഷയിൽ തന്നെയാണ്. കൂടുതൽ ആവേശം കോൺഗ്രസ് ക്യാമ്പിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുമെന്ന് അവർ കണക്കുകൂട്ടുന്നുണ്ട്. മറുപക്ഷത്ത് BJP പ്രതീക്ഷയിലാണ്. ആദ്യ വോട്ടിലൊക്കെ തന്നെ BJP മുന്നിൽ വന്നാലും പിന്നീട് കാര്യങ്ങൾ മാറി മറിയുമെന്നുള്ള കണക്കുകൂട്ടലിൽ തന്നെയാണ് UDF പടയുള്ളത്. എന്തു വന്നാലും ജയിക്കുമെന്നും അവർ പറയുകയാണ്. C കൃഷ്ണകുമാറിന്റെ പ്രതീക്ഷ നഗരസഭയിലാണ്. CPMന് വേണ്ടി ഇടതു സ്വതന്ത്രനായി P സരിനും വോട്ട് കൂട്ടുമെന്നാണ് പ്രതീക്ഷ. ഇതിനിടയിലാണ് കഴിഞ്ഞ തവണത്തെ വോട്ടെണ്ണൽ പാറ്റേൺ ചർച്ചയാകുന്നത്. പാലക്കാട് ലീഡ് നിലയുടെ സാധ്യതയാണ് ഇതിലുള്ളത്. തുടക്കത്തിൽ BJP കുതിച്ചുകയറും. ആദ്യ 10 റൗണ്ടിന് ശേഷം മാത്രമേ ട്വിസ്റ്റ് മനസ്സിലാവുകയുള്ളൂ. നഗരസഭയിൽ BJPക്ക് 20,000 ഭൂരിപക്ഷം ഉറപ്പിക്കാനായാൽ താമര വിരിയും. ഇല്ലെങ്കിൽ ഫലം മാറി മറിച്ചാകുമെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ തവണത്തെ വോട്ടെണ്ണൽ ചിത്രം നോക്കുകയാണെങ്കിൽ 10ാം റൗണ്ട് വരെ BJP ലീഡ് ചെയ്തത് 9246 വോട്ടിനായിരുന്നു. നഗരസഭയിൽ കിട്ടിയ വലിയ ലീഡിൽ സംഭവിച്ച മാറ്റങ്ങളായിരുന്നു ഇത്. അവിടെ നിന്നും പിന്നീട് കുറഞ്ഞ 16 റൗണ്ടിലാണ് UDF ലീഡ് വരുന്നത്. അവസാനത്തെ 2-3 റൗണ്ട് LDF മുന്നിൽ വന്നിട്ടുണ്ട്. ചിലതിൽ 2ാം സ്ഥാനവുമുണ്ട്. പക്ഷേ മുഖ്യ മത്സരം നടക്കുന്ന UDF BJP സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള പോരാട്ടമായി ഇത് മാറുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന കുറിപ്പ് വലിയ രീതിയിൽ തന്നെ വൈറലാവുകയാണ്. ആദ്യ റൗണ്ട് BJP മുന്നോട്ട് പോയാലും പിന്നീട് എന്ത് സംഭവിക്കുമെന്നതാണ് നിർണായകമാകുന്നത്. കോൺഗ്രസ് ഗ്രൂപ്പുകളിലാണ് ഈ കുറിപ്പ് ചർച്ചയാകുന്നത്. അതായത് സാധാരണഗതിയിൽ കഴിഞ്ഞ തവണ കണ്ട കാര്യമാണിത്. ഈ ശ്രീധരൻ മുന്നിൽ വരികയും എന്നാൽ അവസാന റൗണ്ടിൽ അത് വലിയ രീതിയിൽ വെന്നിക്കുറി പാറിച്ചുകൊണ്ട് കുതിച്ചുചാട്ടമാണ് ഷാഫി പറമ്പിൽ നടത്തിയത്. അതേ രീതിയിൽ അതേ പാറ്റേൺ തന്നെയാണ് ഇപ്പോഴും ആവർത്തിക്കുന്നത്.
എങ്കിൽ ഒരു 10 റൗണ്ട് കഴിയുമ്പോൾ ഒരു 12 മണിയോടുകൂടി ചിത്രം മാറാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ 10 മണിയോടുകൂടി തന്നെ കാര്യങ്ങൾ മാറി മറിയാനുള്ള സാധ്യതയുണ്ട് എന്ന് വ്യക്തമാവുകയാണ്. കേരളത്തിൽ മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് ചൂടുള്ളത്. മഹാരാഷ്ട്ര, ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലവും ഇന്നാണ് പ്രഖ്യാപിക്കുന്നത്. മഹാരാഷ്ട്രയിൽ 288ഉം ജാർഖണ്ഡിൽ 81 മണ്ഡലങ്ങളാണ് ഉള്ളത്. രണ്ടിടത്തും BJP സഖ്യത്തിനും മുൻതൂക്കമുണ്ടെന്നാണ് എക്സിറ്റ് പോൾ പ്രവചനം. എന്നാൽ ഇരു സ്ഥാനാർത്ഥികളും തങ്ങൾ സർക്കാർ രൂപവൽക്കരിക്കുമെന്ന് ഇന്ത്യ സഖ്യം അവകാശപ്പെടുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ 145 സീറ്റാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. എന്തായാലും 48 നിയമസഭാ സീറ്റുകളിലേക്കാണ് ഇന്ന് ഫലം വരുന്നത്. വോട്ടെണ്ണൽ ഇന്ന് രാവിലെ 8 മണിയോടുകൂടി തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. എന്തായാലും ആദ്യഘട്ടത്തിലുണ്ട ഫലസൂചനകൾ മാറി മറിയാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ മാറി മറിയാതെ തുടർച്ചയായി അങ്ങനെ നിലനിൽക്കാനുള്ള സാധ്യതയുള്ളത് വയനാട്ടിൽ മാത്രമാണ്. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെ പ്രിയം ഏറുന്നുണ്ട് എന്ന് വ്യക്തമാകുന്നതാണ് കണക്കുകൾ കാണുന്നത്. വയനാട്ടുകാരൊന്നും തന്നെ തങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങളിൽ ഈ കോൺഗ്രസിന്റെ ഒക്കെ തന്നെ വലിയ പങ്ക് അതൊന്നും മറന്നിട്ടില്ല എന്ന് വ്യക്തമാകുന്നു. പ്രിയങ്ക ഗാന്ധിയോട് അവർ ഇപ്പോഴും സ്നേഹം പുലർത്തുന്നുണ്ടെന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് വോട്ടിൽ നിന്ന് മനസ്സിലാകുന്നത്.